ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ്. അതായത് ഈ ഒരു സിറ്റിയിലത്തെ ഓരോ വീട്ടിൽ നിന്നും 2-3 ആളുകൾ വെച്ച് നമ്മൾ ഈ സിറ്റിയിൽ നിന്നൊരു ടൂർ പോവുകയാണ്. അപ്പം മൈസൂരിലേക്കാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. എവിടേക്കാണ് പോകുന്നത് ഇനി വണ്ടി കയറിയിട്ട് തീരുമാനിക്കാമെന്നാണ്. കാരണം എല്ലാവരും സെറ്റാണ്, ഇനി നേരെ പോയാൽ മതി, അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓരോരുത്തരും നമ്മൾ വണ്ടി സെറ്റായിട്ടുണ്ട്. ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ ടൈം കുറച്ച് ലേറ്റായി. വീട് പൂട്ടാൻ നേരെ ചാവി കാണുന്നില്ല ഗൈസ്. ഞാൻ പുതിയ ഡോറൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബസ്. കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ നമ്മുടെ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ സിറ്റിയിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടൂർ പോകുന്നത്. ഇതിന് മുന്നേ എനിക്ക് ഓർമ്മയിൽ അങ്ങനെ ടൂറൊന്നും ഞാൻ പോയിട്ടില്ല ഗൈസ്. ഈ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് ആൾ പറഞ്ഞിരുന്നു. എവിടുന്നേലും ഓഫായാൽ അവിടെ ഇട്ട് റെഡിയാക്കാന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് ഗൈസ്. ഓ ചേട്ടാ, എന്താ വലിയുന്നില്ലേ ഗൈസ്? വണ്ടി നിന്നാ? അയ്യോ ചേട്ടാ, ഇത് റെയിൽവേ ആണ്. മോനെ, അതൊന്നും സീനില്ല, കാരണം ട്രെയിൻ ഇപ്പോഴൊന്നും വരത്തില്ല. ട്രെയിനിന്റെ സൗണ്ട്. ചേട്ടാ വണ്ടിക്കോ തന്നെ ട്രെയിന്. അയ്യോ ഗൈസ്, ആകെ പണി കിട്ടി. ഇതാണ്ട് നമ്മുടെ ട്രെയിൻ മറിഞ്ഞു കേട്ടോ. അതിൻ്റെ എൻജിനൊക്കെ നല്ലോണം കറങ്ങുന്നുണ്ട്. ബസ്സിനി നമുക്ക് എണീപ്പിക്കാണ്ട്. നമ്മുടെ ഡ്രൈവറാണ് അപ്പുറത്തേക്ക് കഴുകാൻ വേണ്ടി പോയി. അതിൻ്റെ കൈമ ചെറിയ ചോരയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇനി ട്രെയിനിന് എൻജിൻ ഓഫ് ചെയ്യണം. ഓ ഗൈസ്, നമ്മുടെ എൻജിൻ ഓഫ് ആകുന്നില്ല. നമ്മുടെ ഡ്രൈവറാണ് നോക്കുന്നുണ്ട് ഓഫാക്കാൻ. നമുക്ക് നോക്കാം ഓഫ് ആവില്ലേ. ഇതിൻ്റെ സൗണ്ട് ചെവിക്ക് കുത്തലാണ് ഗൈസ് ഇതിൻ്റെ. പക്ഷെ ഓടുന്ന ടൈമിൽ ഇത്രയും സൗണ്ട് ഇല്ല ഗൈസ്. നമ്മളെ ഡ്രൈവറാണ് അങ്ങനെ എൻജിനും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 5 പേര് കൂടിയിട്ട് ഇനി ഒരു ബസ് ലെവലാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ റെഡി 1 2 3 തുടങ്ങിക്കോ. ഓക്കെ, റെഡി 1 2 3 എല്ലാവരും ഒരുമിച്ച് തള്ളിക്കോ. റെഡി 1 2 3. ഓ പൊന്ന് ഗൈസ്. ബസ് അങ്ങനെ ഇതാണ്ടേ ഒക്കെ ശരിയാക്കി. അപ്പോൾ ബസ്സിൻ്റെ ആ ഒരു ബ്രേക്കും അതേപോലെ തന്നെ വലിവും കാര്യങ്ങളൊന്നും നിന്നിട്ടില്ല. അതിപ്പോൾ അതേപോലെ തന്നെ ഉണ്ട്. ചേട്ടാ, ഇനി എവിടെന്നേലും ബ്രേക്ക് പോവോ? ഒയ്യോ ചേട്ടാ, മെല്ലെ പോ. ബ്രേക്ക് പോയതാ. നിങ്ങളോടല്ലേ ഞാൻ ആദ്യം ചോദിച്ചത്, ചവിട്ടി നിർത്ത് ഗൈസ്. അങ്ങനെ ബസ് അങ്ങനെ ചവിട്ടി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ സിറ്റിയിൽ ആകെയുള്ളൊരു ഹോസ്പിറ്റലാണ് ഇത്. ഒരു ക്ലിനിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ കൈ മുറിഞ്ഞതല്ലോ ഗൈസ്. ഇവരിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇവിടെ പേഷ്യൻസിനെ കയറ്റുന്നില്ല എന്നാണ്. പിന്നെ എന്തിനാണ് ഈ ഒരു ചേച്ചി ഇവിടെ മോണിറ്ററും വെച്ചിരിക്കുന്നത് ഗൈസ്? എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ആ ഹോസ്പിറ്റലിൽ പിന്നെ എന്തിനാണ് അവിടെ കൊടുന്നു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തായാലും ഇതിൽ ഞാനൊരു തീരുമാനം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ സിറ്റിക്ക് വേണ്ടി ഞാൻ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആവശ്യമുള്ളത് ആംബുലൻസ് ആണ്. അപ്പോൾ അത് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ആംബുലൻസ് ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഓർഡർ ചെയ്ത് വരുത്താനുണ്ട്. അതായത് വേറെ രാജ്യത്ത് നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. ഒന്നല്ലേ നമ്മൾ ദുബായിൽ ഇമ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ആംബുലൻസ് ഇനി നമുക്ക് നമ്മുടെ പേരുടെ ഫ്രണ്ടിലോ ബാക്കിലോ നിർത്തിയിടണം. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞ ഒരു രീതിയിലാണ്. ഞാൻ ഗവൺമെൻറ്റോട് പറഞ്ഞിട്ടാണ് അവരെന്നോട് ഓക്കെ ചെയ്തോന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ സൈറ്റിൽ പോയിട്ട് കുറച്ച് നമുക്ക് മാർബിളും അതേപോലെ തന്നെ കുറച്ച് സിമൻറ്റ് കല്ലും ഐറ്റംസൊക്കെ വാങ്ങണം. അപ്പോൾ എന്നാലേ നമുക്ക് നമ്മുടെ സിറ്റിയിലൊരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എൻ്റെ വീടിൻ്റെ പകുതിയും അതേപോലെ തന്നെ എൻ്റെ വീട് ഫുൾ എടുക്കാം ഗൈസ്. അതിൻ്റെ ബാക്കിൽ വലിയൊരു ബിൽഡിങ് നമുക്കൊരു ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടാണ്ട് അതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നാളേക്ക് നമുക്ക് വേറൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫയർ സ്റ്റേഷൻ ഉണ്ടാക്കാൻ ഗൈസ്. എന്ത് കഷ്ടമാണ് നമുക്ക് ഇതുണ്ടാക്കുന്നതോട് കൂടി. നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ നശിപ്പിച്ച് കളഞ്ഞിട്ട് അവിടെ ഫയർ സ്റ്റേഷൻ വേണമെന്ന് ഗൈസ്.
കുഴപ്പമില്ല, നമുക്ക് പറ്റും. കാരണം ഇന്ന് തന്നെ നമുക്ക് പേഷ്യൻസിനെല്ലാം ട്രീറ്റ് ചെയ്ത് റെഡിയാക്കണം. അപ്പോൾ ഇതാ നമ്മൾ മാർബിളും സ്റ്റീലൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇനിയാണ് നമ്മുടെ പെരയുടെ പണി ആരംഭിക്കുന്നത് ഗൈസ്. ഇവിടെ സിമെൻറ്റും അതുപോലെ തന്നെ മാർജിനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മാർജിൻ മീൻസ് നമ്മുടെ മാക്സ് നോട്ടിൽ വരക്കുന്ന മാർജിൻ ഒന്നുമല്ല, ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർജിനാണ്. അപ്പോൾ അതേ ഉള്ളിലത്തെ സ്റ്റെയർ കേസൊക്കെ നമ്മളങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ്ലി മൊത്തം പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ദുബായിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യാണ്ട്. അപ്പോൾ അവരെ കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊന്ന് കോൾ ചെയ്ത് നോക്കാം. എങ്ങാനും ഒരു ഫോൺ എടുത്താൽ നമുക്ക് പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ എല്ലാ പണിയും തീർക്കണം. ഇന്ന് തന്നെ തീർക്കണം. നാളേക്ക് നമുക്ക് മാറ്റി വെക്കാൻ കഴിയില്ല. കാരണം നാളെ ഫയർ സ്റ്റേഷൻ ഉണ്ടാക്കാനുള്ളതാണ്. ഇവരോട് പറഞ്ഞിട്ട് ഇവർ ഫ്രീ ആയിട്ടൊരു എയ്റോപ്ലെയിൻ പോയിരുന്നുണ്ട്. അതിൽ മതിയോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കയറിയ പാടെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇത് എത്തിയോന്ന് അറിയില്ല, അതോ പോന്നിക്കണമെന്നും അറിയത്തില്ല ഗൈസ്. ഇവർ പറയുന്നത് ചെക്കിങ് ആണ്. ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ചെക്കിങ്ങൊക്കെ പറയുന്നുണ്ട് ഇവർ. ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. അവിടെ എന്തോ പറഞ്ഞതാണ് ഗൈസ്. ഇവിടെ ഏതെങ്കിലും പുതിയ പ്ലെയിന് ലാൻഡ് ആയിക്കണോ നോക്കട്ടെ. അതാണ്ട് ഇവിടെ ഒരു പുതിയ പ്ലെയിൻ. അങ്ങനത്തെ ആണോ ഗൈസ്? പുതിയ പ്ലെയിൻ ലാൻഡിങ് ആണ്. ഓക്കെ, അവരെന്തായാലും സംഭവം പോന്നിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഇതിനകത്ത് നോക്കട്ടെ ഗൈസ്. നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സംഭവവും എത്തിയിട്ടുണ്ട്. ആംബുലൻസ് ഉണ്ട്, അതേപോലെ തന്നെ പേഷ്യൻസിന് കിടക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും നമ്മളങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ നമ്മൾ പെരേ പോയിട്ട് അസംബിൾ ചെയ്യാനുണ്ട്. പെരേ പോയിട്ടല്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് അസംബിൾ ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ നമ്മൾ അസംബിൾ ചെയ്തു. ബാക്കിലത്തെ ആ ഒരു ബിൽഡിങ് നമ്മളങ്ങനെ എമർജൻസിന്ന് എഴുതിയിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പോൾ കൗണ്ടറിൽ നമ്മുടെ ആൾ തന്നെയാണത്, അതായത് നമ്മുടെ ഫ്രണ്ടാണത്. ഓക്കെ, ഇവിടെ നമ്മുടെ ഓക്സിജൻ കൊടുക്കാൻ സംഭവം. സിലിണ്ടർ ഇവിടെ? അയ്യോ ഗൈസ്, ഓക്സിജൻ കൊടുക്കാനുള്ള സിലിണ്ടർ ഇല്ല. അത് കൊടുത്തില്ലേ ഞാൻ? ഗൈസ് ഇവിടെ ഉണ്ട്. പേടിച്ചേട്ടാ. അതില്ലെങ്കിൽ ഇല്ല, തീർന്നാൾ. നമുക്ക് മുകളിലും 3 പേഷ്യൻസിന് കിടക്കാൻ പറ്റിയതുണ്ട്. അപ്പുറത്തുണ്ട്. അപ്പുറത്ത് ഓവറായിട്ടുള്ള പേഷ്യൻസിനെയാണ് കൊണ്ടുവരാറ്. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടെ ഒരാളുണ്ട്. ഇവൻ ഗെയിം കളിക്കുകയാണോ ഗൈസ്? ഇവനെന്തോ കാര്യങ്ങളും. ഇവൻ ഗെയിം അഡിക്ഷനാണ് ഇവൻ്റെ പ്രശ്നം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ നമ്മുടെ ഫയർ സ്റ്റേഷൻ്റെ വീഡിയോ മറക്കാതെ കാണാൻ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പം അതുവരേക്കും നിങ്ങൾക്ക് കാത്തിരിക്കാം. അതിലേക്കും ബായ്.